ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വഴുതന വെച്ചിട്ട് ഒരു ഉണക്കമീൻ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഈ കറിയുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. വളരെ രുചികരമായ ഒരു ഉണക്കമീൻ കറിയാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്ത് നമുക്കിത് മാറ്റി വെക്കാം. 2 വഴുതനങ്ങയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിൻ്റെ കറ കളയാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ തേങ്ങ അരപ്പ് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് അതും കൂടി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ തക്കാളി കനം കുറച്ച് സ്ലൈസ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 4-5 പച്ചമുളകാണ്. ഞാനിവിടെ പഴുത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് നമുക്കിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമീൻ ചേർക്കാം. ഏത് ഉണക്കമീനാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അത് ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മാന്തളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ച നമ്മുടെ ഈ വഴുതനങ്ങ നമുക്ക് വെള്ളം കളഞ്ഞതിന് ശേഷം ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത് അത് അരിച്ചെടുത്തതിന് ശേഷം അത് നമുക്കിതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മൂടി തുറന്നതിന് ശേഷം നന്നായി തിളച്ച് വന്നാൽ നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. വളരെ രുചികരമായ ഒരു ഉണക്കമീൻ കറിയാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങയും ഉണക്കമീനും നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു പച്ചക്കായ കഷ്ണം ചേർത്ത് കൊടുക്കാം. പച്ച നേന്ത്രക്കായയുടെ കഷ്ണമാണ് കേട്ടോ ഏറ്റവും നല്ലത്, വളരെ രുചികരവും. വീണ്ടും ഇതുപോലെ അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. മൂടി തുറന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് വറ്റി വന്നാൽ നമുക്ക് കറി ഒന്ന് താളിച്ച് കൊടുക്കാം. കണ്ടോ, ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. നമുക്ക് കറി താളിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായാൽ നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചെടുത്തതും 2 കറിവേപ്പിലേൻ്റെ തണ്ട് ഉരിഞ്ഞെടുത്തതും നമുക്കിതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചൊന്ന് താളിച്ച് കൊടുക്കാം. വളരെ രുചികരമായ ഉണക്കമീൻ കറിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.